അതേസമയം തന്നെ അപ്പോൾ നിന്നൊരു പ്രായോഗികമായ പ്രതിസന്ധി 4 വശങ്ങളും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത്. അവിടേക്ക് കൂടുതൽ യന്ത്ര സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ JCB ഹിറ്റച്ചി അടക്കമുള്ളവ എത്തിച്ച് ഈ സ്ഥലത്ത് പരിശോധന നടത്തുക എന്നത് പ്രായോഗികമായപ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പിന്നീട് ഈ ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ ബിന്ദു എന്ന കലോലപ്രമ സ്വദേശിയായ വീട്ടമ്മയെ കാണാനുള്ള പരാതി കൂടി ഉയർന്നതോടുകൂടി വലിയ പ്രതിഷേധങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. ആളുകൾ ശബ്ദമെടുത്ത് പ്രതികരണങ്ങളിലേക്ക് പോയി. അപ്പോഴാണ് ഈ JCBയും ഹിറ്റാച്ചിയും അടക്കമുള്ള യന്ത്ര സാമഗ്രികൾ സംഭവ സ്ഥലത്ത് എത്തിച്ച് പരിശോധന നടത്തിയത്. ആ പരിശോധനയുടെ കീഴിലാണ് പിന്നീട് ഈ ബിന്ദുവിന്റെ മൃദുവിനെ കാഷ്വാലിറ്റിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ബിന്ദുവിന്റെ മകൾ നവമി ഇവിടെ ന്യൂറോ വാർഡിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. അവരുടെ ഭർത്താവ് വിശ്വസുധൻ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. മകനുള്ളത് വിനീതാണ്. വിനീത് കൊച്ചിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയാണ്. ഇതിനിടയിൽ ഇപ്പോൾ UDFന്റെ സംഘം ഇവിടെ സന്ദർശനം നടത്തുന്നുണ്ട്. തിരുവനന്തപുരം രാധാകൃഷ്ണൻ ജോസി, ഇവിടെ രക്ഷാപ്രവർത്തനത്തിലുണ്ടായ വീഴ്ച, അനാസ്ഥ, അലംഭാവം, അതാണിപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപകടം 11 മണിക്കുണ്ടാകുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂറോളം പിന്നിട്ട ശേഷമാണ് അവിടെ JCB എത്തിക്കുകയും അതുപോലെ തന്നെ കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ നീക്കാനുള്ള ഒരു നടപടി ആരംഭിച്ചത്. എന്തുകൊണ്ട് ഇത്രയധികം സമയം വൈകി? ദിവ്യ, ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മന്ത്രിമേഖല അവലോകന യോഗം കോട്ടയത്ത് നടക്കുന്നുണ്ടായിരുന്നു. മന്ത്രിമാരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പരിപാടി ഏകദേശം 10 മണിയോട് കൂടിയാണ് കോട്ടയം ഷെല്ലകത്തെ കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ചത്. അതിനുശേഷം ഒരു 10:15 കൂടിയാണ് അപകട വാർത്ത പുറത്തറിയുന്നത്. അപകട വാർത്ത പുറത്തറിഞ്ഞതിന് പിന്നാലെ ഈ മാധ്യമ പ്രവർത്തകരും മന്ത്രിമാരടക്കം ഇവിടേക്ക് എത്തിയപ്പോൾ ഇവിടെ സന്ദർശനം തിരുവനന്തപുരം രാധാകൃഷ്ണനിലെ പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക് പോയിട്ട് നമുക്ക് സ്വീകരണം